ആരാ വരുന്നേ? അത് നമ്മുടെ കമലാസൻ തന്നെയല്ലേ? കമലാസനൻ പേർഷ്യന്ന് വരുന്നേ. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലാസനാ. എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്ത് വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. അപ്പു മേസ്ത്രിയോ? ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. എന്നാ ഇത്? പണ്ട് വിശപ്പടക്കാൻ വേണ്ടിട്ട് രണ്ടുണ്ടം പോലെ ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവനാണ് നീ. ആയിക്കുളത്ത് ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടിട്ടുണ്ടാ? പേർഷ്യയില് പാല് വിൽക്കുന്ന ഷേക്കുമാര് പോലും എന്നോട് ഇമാതിരി പെരുമാറിയിട്ടില്ല. ഷേക്കുമാര് പാല് വിൽക്കൂ? പിന്നെ കേട്ടിട്ടില്ലേ മിൽക്ക് ഷേക്ക്? എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്ലത്തും അപ്പക്രുവ എന്ന് വെച്ചാ ദൈവത്തിന് നന്ദി. ഞാൻ ജോലി നോക്കിയിരുന്ന ഷേക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്ന് അറിയാൻ ഞാനൊന്ന് കുഴിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷേക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാറോന്ന് അറിയുന്നത്. ആ ഷേക്കിന്ന് മറ്റേ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 1,00,000 ബ്രഹ്മാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? താനാ സ്പ്രേയിങ് തന്നെ. നീ വെച്ചോ. പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു നിന്ന് അടിക്കണം, അല്ലെങ്കിൽ നീ പറന്നു പോകും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. അസർബൈജാൻ. നിനക്കിഷ്ടമല്ലെങ്കിൽ എന്നെ കാമുകനെന്ന് മാത്രം വിളിച്ചു. റോമിയോ എന്ന പേര് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ കാമുകനെന്ന് മാത്രം വിളിച്ചു. അവൻ താഴേക്ക് നോക്കി. കമലാസൻ അല്ലേ? നീ ആളൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. പളപള തിളങ്ങുന്ന ഷർട്ട്, കഴുത്തിന് സ്വർണ്ണ ചെയിൻ, പാട്ടുപെട്ടി. സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലേ കേൾക്കുന്നത്? സാംബശിവന്റെ കഥാപ്രസംഗം കൊണ്ടുവരാന്നുള്ളത് ഞങ്ങൾ പേർഷ്യക്കാരുടെ ഒരു ഹോബിയാണല്ലോ. അമ്മു, നീ അങ്ങ് വളർന്നു പോയില്ലോ. പറയുന്ന കേട്ടാ തോന്നും ചേട്ടൻ പോയിട്ട് വർഷങ്ങളായെന്ന്. എന്തായാലും പേർഷ്യക്കാരാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ. അജയന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നിട്ടും അവൻ മരിച്ച ഒരാഴ്ച കഴിയും മുമ്പ് വിസ വന്ന് പോകേണ്ടി വന്നു. പേർഷ്യ ചെന്നിട്ടും നിങ്ങളൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സറിയേ. ഇതാ ഇത് വെച്ച്. എന്താ ഇതൊക്കെ? ചേട്ടനൊരു ഉടുപ്പിന്റെ തുണിയും ഉടുക്കാൻ കയ്യിലും, അമ്മനൊരു സാരിയും സ്പ്രേയും അത്തറും മോത്തിടാൻ സ്നോയും. ഫാറിനൊന്നും കൊണ്ടുവന്നില്ലേ? സ്കോച്ചാ. ചേട്ടനുള്ള സ്കോച്ച് ഭദ്രമായിട്ട് എന്റെ വീട്ടിലുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കാശ് കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടി ജീവിതത്തിൽ കടന്നു വരണം. സമയം വരുമ്പോ എല്ലാം ആലോചിച്ചല്ലേ പറ്റൂ. കാശ് സൂക്ഷിക്കാൻ ഭാര്യ തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ പവിത്ര മുതലാളി പുതിയൊരു ബാങ്ക് തുടങ്ങുന്നുണ്ട്. പവിത്ര മുതലാളിയോ? ആരാണ്? ഈ കരയിലെ പുതിയ മുതലാളിയാ. ഞാനും മോളോട്ടൊക്കെ നല്ല ലോഹ്യത്തിലാ. ചേട്ടന്റെ അത്ര പ്രായവും അമ്മുനെ പോലൊരു മോളുള്ള ആളായിരിക്കുമല്ലേ? അല്ലല്ല, ഇത് ചെറുപ്പം, നല്ല സുന്ദരൻ, കല്യാണം കഴിച്ചിട്ടില്ല. അയാൾ ശരിയല്ല. നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, പക്ഷെ അയാൾ ഒരു ബ്ലേഡ് കമ്പനിയല്ലേ തുടങ്ങാൻ പോകുന്നത്. അത് ഹറാമാണ്. നിങ്ങൾക്കറിയാമോ, പണ്ടൊരു അറബി ബ്ലേഡ് കമ്പനി തുടങ്ങിയതിന്റെ നാണക്കേടില്ല ഇപ്പോഴും അറബികൾ തലവഴി മുന്നിട്ട് നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അയാളെ നേരിട്ട് കണ്ടതിന് ശേഷം പറഞ്ഞു തരാം. കുഴലിട്ട കൂൾ ഡ്രിങ്ക്സ്. അതിനിടയ്ക്ക് എത്തിയോ? വർമ്മസാറും ലക്ഷ്മി വന്നാട്ടെ. എനിക്ക് സമയത്തിലൊന്നും വലിയ വിശ്വാസമില്ല സാറേ. സാറ് തന്നെ എന്റെ സംരംഭം ഉദ്ഘാടനം ചെയ്യണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒന്ന് മാറണേ, ഈ ലോഡ് അങ്ങോട്ട് കൊണ്ടുപോട്ടെ. മഹാലക്ഷ്മി മനസ്സിൽ വിചാരിച്ച് സാറങ്ങോട്ട് വെട്ടിയാട്ടെ. പിള്ളേ എന്താ അങ്ങോട്ട് പോകത്തത്? അങ്ങോട്ട് പോയാൽ ഞാൻ അകത്താവും. അല്ല, അകത്ത് ഭയങ്കര ചൂടല്ലേ, ഞാൻ ഇവിടെ നിൽക്കാം. സാറിന് വല്ല ജ്യൂസോ സ്ക്വാഷോ ഒക്കെ കൊടുത്ത് നല്ലവണ്ണം റിലാക്സ് ചെയ്യും. എന്നിട്ട് മതി നമ്മുടെ ഡെപ്പോസിറ്റിന്റെ കാര്യമൊക്കെ സംസാരിക്കാൻ. വന്നാട്ടെ.
ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞോ? ഹ, നല്ല ആൾക്കാരാ. എന്റെ അമ്മു കാര്യങ്ങളൊക്കെ കാലയെ കുട്ടി വന്ന് മംഗളമാക്കി തരേണ്ട നിങ്ങളൊക്കെ ഇപ്പോഴാണോ വരുന്നത്? ഇതാരാ? ഞാൻ കമലാസനൻ. കമലഹാസനോ? കമലഹാസനല്ല, കമലാസനൻ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇന്നാള് പേർഷ്യായി എന്ന് വന്ന കമലാസനൻ മുതലാളി. ഞാൻ മുതലാളി അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. ഈ കരക്കാർക്ക് മുഴുവൻ മുതലാളിയോട് ഭയങ്കര അസൂയ. അവര് പറയുന്നത് കേട്ടപ്പോ മുതലാളി ഇത്രയും സുന്ദരാണെന്ന് ഞാൻ വിചാരിച്ചു. എടാ മുതലാളിക്ക് ഒരു കസേരടാ. വേണ്ട വേണ്ട, മുതലാളിക്ക് എന്നോട് എന്താ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. ഒന്നും ചോദിച്ചറിയാനില്ല. നിനക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞു? ചോദ്യം കമല. അല്ല, ഇദ്ദേഹത്തെ പോലൊരു ജെന്റിൽമാനോട്. അല്ല, ഈ മഹാലക്ഷ്മി നമ്മയുടെ പേരാണോ? ഓ, ഇത്രേ ഉള്ളൂ. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഐശ്വര്യത്തിന്റെയും പണത്തിന്റെയും ഒക്കെ ദേവതയല്ലേ. അതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന് ബാങ്കിന് പേരിട്ടത്. പിന്നെ എത്ര രൂപയാ മുതലാളി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു 1.5 ലക്ഷം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ മഹാഭാഗ്യം. 1.5 ലക്ഷം രൂപയോ? കമലൻ 1.5 ലക്ഷം രൂപയാ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവനെ ഈ കരക്കാരുടെ അഭിമാനമാ. കണ്ട് പഠിക്ക്. മുതലാളി, SP സാർ വിളിക്കുന്നു. നിങ്ങൾ കാശുമായിട്ട് കൗണ്ടറിലോട്ട് ചെല്ലും. ഞാൻ ഇപ്പൊ വരാം. അമ്മു, കമലാസനൻ സാർ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കിക്കോളാം കേട്ടോ. ധനലക്ഷ്മി ബാങ്കിന്റെ ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് ഇവക്കൊരു ട്രാൻസ്ഫർ റെഡിയാക്കിയിട്ടുണ്ട്. 2-3 ദിവസത്തിനകം ജോയിൻ ചെയ്യും. മഹാലക്ഷ്മി ഇപ്പോഴും നിന്നെ തന്നെ കെട്ടുമെന്ന് പിടിവാശി തന്നെയാണ് നിൽക്കുന്നത്. നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ടെന്ന് എനിക്കറിയാം. അതല്ലേ അവളുടെ പേരിൽ തന്നെ ഈ ബാങ്ക് തുടങ്ങിയത്. ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം. കല്യാണം ഉടനെ നടത്താൻ തനിക്ക് പ്രത്യേകിച്ച് അസൗകര്യമൊന്നുമില്ലല്ലോ. എന്താ പവിയേട്ടനൊന്നും മിണ്ടാത്തത്? ഞാനിപ്പോഴും സാറ് പറഞ്ഞ ഷോക്കിന്ന് എനിക്ക് പ്രത്യേകിച്ച് അസൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ കുടുംബക്കാരുമായിട്ട് കൂടി ആലോചിച്ച് ഒരു മുഹൂർത്തം ഫിക്സ് ചെയ്ത് ഞാനിങ്ങോട്ട് വരാം. ഈ നാടൊന്ന് ഇളകണം. അത്രയ്ക്ക് ഗംഭീരമായിട്ട് നമുക്ക് ഈ കല്യാണം നടത്തണം. നീയായിരുന്നോ? അച്ഛൻ ഇവിടെ കാശ് മണി രസിച്ചോണ്ടിരുന്നോ? ആ പവിത്രൻ SP വർമ്മയുടെ മോളെ കെട്ടാൻ പോവാ. അവനെ വെച്ചോണ്ടിരിക്കരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇനി അവനെ പിടിച്ചാ കിട്ടുവോ? ഒരു മണ്ണാങ്കട്ടയില്ല. ഒന്നും കാണാതെ ഞാൻ അവനെ ബാങ്ക് വിട്ടുകൊടുക്കുന്നു തോന്നുന്നുണ്ടോ? നാട്ടുകാരുടെ കാശ് അവിടെ അങ്ങോട്ട് കുമിഞ്ഞു കൂടട്ടെ. ഓരോ സ്കോച്ച് പൊട്ടിക്കുമ്പോഴും കല്യാണപ്രായമെത്തിയ ഒരു കന്യകൻ എന്ന നിലയിൽ ചേട്ടനിൽ നിന്നും ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന ഒരു കാര്യമുണ്ട്. സൽസ്വഭാവിയും സൂക്ഷിച്ചു നോക്കിയാൽ സുമുഖനുമായ ചെറുപ്പക്കാരനെ പണ്ട് മുതലേ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരനൊരു ലക്ഷം ബ്രഹ്മ തിരിച്ചു വരുന്നു. തദ്വസരത്തിൽ പെൺകുട്ടിയുടെ അച്ഛനുമായി ഇതുപോലൊരു ചെറുതോണിയിൽ ഇളങ്കാറ്റേറ്റ് ലഹരി നുണഞ്ഞിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ അച്ഛനിൽ നിന്നും ആ സുമുഖനായ ചെറുപ്പക്കാരൻ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുക? തൊട്ട് നക്കാൻ കുറച്ച് അച്ചാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നല്ലേ? ഓ, കുടി കുടി കുടി, മുടിഞ്ഞ കുടി മാത്രം. എന്നെ പോലെ കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരാളെ കെട്ടാൻ അമ്മൂനെ പോലെ സുന്ദരിയും സുശീലമായ ഒരു പെൺകുട്ടി തന്നെ വേണം എന്ന പ്രപഞ്ച സത്യം ഇനിയും ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് വയ്യ. എനിക്ക് അമ്മൂനെ കെട്ടിച്ചു തരണം. തരില്ലേ മാമ?